എല്ലാ PR-കളും എക്സ്പോസ്ഡ് ആവട്ടെ. എന്തായാലും ഇതിനുശേഷം അനുമോളുടെ PR ഗ്രൂപ്പുകളിൽ ബിന്നിയെ സൈബർ അറ്റാക്ക് ചെയ്യാനുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ചാറ്റുകളും മറ്റുമൊക്കെ ബിന്നി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വളരെ രഹസ്യമായിട്ട് വെച്ചിരുന്ന കാര്യം നിന്നോട് ആര് പറഞ്ഞു? എനിക്കറിയില്ല. ഉത്തരവാദിത്തമാണ് എന്റെ, ഞാൻ കള്ളത്തരമല്ല. എന്നെ കള്ളീട് വിളിച്ചവരുടെ മുമ്പിൽ, PR ടീമിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയ ഒരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല. ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും. കേസ് കൊടുക്കണം പിള്ളേച്ചാ, പോലീസ് അന്വേഷിക്കട്ടെ. അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായോ? പക്ഷെ ഇതിന് എന്റെ ഭാഗത്ത് ശരിയാണ് ഉള്ളതുകൊണ്ട് തന്നെ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് എന്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാറിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രം. എന്റെ പഴയ സ്വഭാവമായിരുന്നു കേട്ടല്ലോ. കാരണം ജെന്യുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട, പക്ഷെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓരോ കണ്ടസ്റ്റൻസിനെയും ഇൻസൾട്ട് ചെയ്യും. അർഹിക്കുന്നവർക്ക് കിട്ടാതെ ആ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നും. ആർക്കായാലും സംശയം തോന്നാം എനിക്ക് എന്താ വേറെ പണിയില്ലേന്ന്. ഞങ്ങളും ചോദിച്ചു. നീ അറിഞ്ഞ ഞാൻ പെട്ടു. നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എങ്ങനെ ഇരിക്കണം? കണ്ടില്ലേ, പൈസ ഉണ്ടെങ്കിൽ പണിയെടുക്കാൻ ആൾക്കാരുണ്ട്. ഞാനും ഇതുപോലെ കോ കണ്ടസ്റ്റൻസ് ആയിട്ട് വന്ന് നമ്മളെല്ലാവരും ഇതുപോലെ കരിവാരി തേക്കുന്നതിന് അങ്ങ് ഉദ്ദേശിക്കുന്ന ആൾ ഞാനല്ല. പിന്നിക്കിട്ട് പണി കൊടുക്കാനുള്ള ആഹ്വാനങ്ങളാണ് ചാറ്റ് മുഴുവനും. സാധാരണ PR ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ട ഇത്തരത്തിലുള്ള PR പ്രശ്നമാണ്. അപ്പൊ പ്രശ്നം ഗുരുതരമാണ്. അടിച്ചു നിന്റെ 32 പല്ലും കാണുന്ന കായിൽ താഴ്ത്തും. ബിന്നി പറഞ്ഞ പോലെ കൂടെയുള്ള കോ കണ്ടസ്റ്റൻസിന്റെ ജീവിതം തകർത്തിട്ടാണെങ്കിലും എനിക്ക് കപ്പടിക്കണമെന്നുള്ള PR സ്ട്രാറ്റജി ആയിരുന്നു അനുമോളുടേത്. വീണ്ടും സന്ധിക്കവരേക്കും വണക്കം.